ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കക്കാടംപൊയിലെ ഒരു പുതിയ റിസോർട്ടാണ്. ഇത് വരുന്നത് കക്കാടംപൊയിൽ ജംഗ്ഷനിൽ നിന്നും കോഴിപ്പാറ റോഡിലേക്ക് കയറി ഒരു 400 മീറ്റർ മുമ്പോട്ട് പോയാൽ ആണ് ഈ ഒരു റിസോർട്ടിൻ്റെ കവാടം കാണുന്നത്. ഇതിലേക്ക് ഒരുപാട് മല കയറി അങ്ങനെയൊന്നും പോകണ്ട, നല്ല സൗകര്യമുള്ളൊരു റിസോർട്ടാണ്. ഇതിൻ്റെ പേര് ലൗഡൽ കപ്പിൾസ് റിസോർട്ട്. കപ്പിൾസിനാണ് കേട്ടോ അത് കൂടുതൽ ഉപകാരപ്പെടുക. കാരണം ഒരു ഹട്ടാണ്, 2 ഹട്ടാണ് അതിൽ താഴെ ഒരു ബെഡ്റൂമും ഒരു ഹാളും ഒരു ബാത്റൂമും, അതുപോലെ മേലെ അതേപോലെ ചെറിയൊരു ബെഡ്റൂമും ഒരു ഹാളും ഒരു സിറ്റ് ഔട്ടാണ് വരുന്നത്. നല്ല അടിപൊളി ഒരു സീനറിയാണ് അതിൻ്റെ ബാക്കിലെ കാഴ്ച കാണാൻ. പ്രകൃതിയൊക്കെ ആസ്വദിച്ച് കാണാൻ പറ്റിയൊരു റിസോർട്ടും കൂടെയാണ് കേട്ടോ. ഈ ജനുവരിയിലാണിത് ഉദ്ഘാടനം കഴിഞ്ഞത്. ഉദ്ഘാടനം കഴിഞ്ഞിട്ട് പിന്നെ ഫസ്റ്റ് ഫാമിലി ഒത്തുള്ള ഗസ്റ്റ് ഞങ്ങളാണ്. അതിൻ്റെ തന്നെ ഒരു നല്ലൊരു വൃത്തി ഇതൊക്കെ ഉണ്ടായിരുന്നു. പൂളാണെങ്കിലും പരിസരമാണെങ്കിലും ഒക്കെ നല്ല ഒരു കാണാൻ നല്ലൊരു വൈബാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കിട്ടോ. ഞങ്ങൾ ഉച്ചയ്ക്ക് 3 മണിക്കാണ് അവിടെ ചെക്കിങ് ചെയ്തത്. പിറ്റേന്ന് രാവിലെ 11 മണിക്കാണ് ചെക്കൗട്ട് ചെയ്തത്. ഇതിൽ ഫുഡ് നമ്മൾ ഉണ്ടാക്കണം, അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുപോകണം. രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് മാത്രമാണ് ഈ നമ്മൾ കൊടുക്കുന്ന പൈസയിൽ അലൗഡുള്ളൂ. ഞങ്ങൾ രാത്രിക്കൊക്കെയുള്ള ബിരിയാണി വീട്ടിൽ നിന്ന് പോയപ്പോൾ തന്നെ ദമ്മിട്ട് വണ്ടി കയറ്റി കൊണ്ടുപോയി. പിന്നെ അവിടെ ചെന്ന് ചായ, അതേപോലെ ഞങ്ങളൊരു കേക്കൊക്കെ കൊണ്ടുവരുന്നു. കേക്ക് ഒരു ഫാമിലി മീറ്റല്ലേ എന്ന് എഴുതിയൊരു കേക്കൊക്കെ കൊണ്ടുപോയി കട്ട് ചെയ്തു. പിന്നെ അവിടെ കിച്ചണും ഡൈനിങ് ഹാളും ഒക്കെ ഉണ്ട് കേട്ടോ. കിച്ചണിൽ നമുക്ക് എന്താ പറയുക, വേണ്ടത് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. അവിടെ ഇരുന്ന് കഴിക്കാനുള്ളൊരു ഡൈനിങ് ഏരിയ ഉണ്ട്. ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് പ്രകൃതിയൊക്കെ ആസ്വദിച്ച് തന്നെ ഭക്ഷണം കഴിക്കാം. അതുപോലുള്ളൊരു ഡൈനിങ് ഏരിയ ആണ് കേട്ടോ. ഞങ്ങളവിടെ പോയിട്ട് കപ്പ പുഴുങ്ങി, കട്ടൻ ചായ ഉണ്ടാക്കി, മീൻകറി ഇവിടെ നിന്ന് ഉണ്ടാക്കി പോയിട്ട്, പിന്നെ ചമ്മന്തി ഇവിടെ നിന്ന് ഉണ്ടാക്കി. ഇവിടെ നമുക്ക് എല്ലാ സൗകര്യമുണ്ട്. അടുപ്പുണ്ട്, പിന്നെ പാത്രങ്ങളും, കുടുക്ക, ചട്ടി, കുക്കറ്, കത്തി, കട്ടിംഗ് ബോർഡ്, പിന്നെ എല്ലാം ഉണ്ട്. നമുക്കൊരു വീട്ടിലേക്ക് അത്യാവശ്യമുള്ള എല്ലാം ഉണ്ട്. എന്ത് വേണമെങ്കിലും നമുക്ക് അവിടെ നിന്ന് ഉണ്ടാക്കാം. പിന്നെ കുട്ടികൾക്ക് കളിക്കണ ഏരിയ, അതുപോലെ ഊഞ്ഞാലുകൾ എല്ലാം കുട്ടികൾക്ക് ആസ്വദിക്കാനും വലിയവർക്ക് ആസ്വദിക്കാനും ഒക്കെ പറ്റിയൊരു റിസോർട്ടാണ് കേട്ടോ. ഇത് ഏത് സാധാരണക്കാർക്കും പോകാൻ പറ്റിയൊരു റിസോർട്ടാണ് കേട്ടോ. അധികം പൈസയൊന്നും ആവില്ല. ഒരു 1000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് അടിച്ച് പൊളിച്ച് ഒരു ദിവസം നിന്നിട്ട് പോരാ. ഇങ്ങനെയൊക്കെ ഒരു ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും അനുഭവിക്കണം കേട്ടോ. അതൊരു വല്ലാത്തൊരു വൈബ് തന്നെയാണ്. ഇതിൻ്റെ നമ്പർ ഞാനിതിൽ കൊടുക്കാം, ആവശ്യക്കാർ ഒന്ന് വിളിച്ച് ബുക്ക് ചെയ്താൽ മതി. ബസ് സൗകര്യം ഉണ്ട് കേട്ടോ. നമുക്ക് നിലമ്പൂരിൽ നിന്ന് KSRTC ഉണ്ട്, അതുപോലെ കോഴിക്കോട് നിന്നും ബസ്സുകളുണ്ട്. അത് വരുന്ന നിർത്തണേ അവിടുന്ന് കുറച്ച് മുന്നോട്ട് പോയാൽ മതി. അപ്പം ബസ് മാർഗം വരികയാണെങ്കിലും സുഖമാണ്, സ്വന്തം വണ്ടിക്ക് വരികയാണെങ്കിലും പിന്നെ കുഴപ്പമൊന്നുമില്ല. ഇനി വണ്ടി ഇല്ലാത്തവർക്കൊക്കെ ബസ് മാർഗം വരും കേട്ടോ.
ആങ്ങളാർ ഗൾഫിൽ നിന്ന് വരുമ്പോൾ ഞങ്ങളിങ്ങനെ വർഷത്തിൽ ഇടയ്ക്കൊക്കെ ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോവും. അപ്പോൾ ഒന്ന് കൂടി ഇരുന്നൊരു ഫാമിലി മീറ്റൊക്കെ ആസ്വദിക്കാം. അപ്പം ആർക്കെങ്കിലും ഈ റിസോർട്ട് വേണമെങ്കിൽ ഞാനിതിൽ നമ്പർ കൊടുക്കാം, വിളിച്ചിട്ട് പോയാൽ മതി. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടില്ല അവർ പറഞ്ഞു തരും എങ്ങനെയൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.